ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ദിവ്യ. ഇന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ കേക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടെ പോവുകയാണ്. കുഞ്ഞപ്പം നമ്മളെ ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവനൊന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്കത് വേഗം പോയി വരാം. നമ്മൾ തൃക്കുടോണ അമ്പലമല്ലേ, അതിലേതാ തൂക്കുപാലം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെയാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്തൊക്കെ ബ്ലോക്കാണ്, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വേഗം വരികയും ചെയ്യാം. അങ്ങനെ ഞാനും മോളും കൂടെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുക്കത്തുനിന്ന് സാധനമൊക്കെ വാങ്ങി തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കേക്കിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നും നമുക്ക് അറിയില്ലല്ലോ ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം, അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ വേണ്ട സാധനങ്ങളൊന്നും അതായത് ബ്രാൻഡൊന്നും നോക്കാതെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം വാങ്ങി. പിന്നെ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു വിപ്പിംഗ് ക്രീം എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അതിന് ചെറുതില്ല വലുതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും എടുത്ത് വെക്കാം, ഇത് ഓക്കെ ആയാലും മാർച്ചിൽ ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ചിഞ്ചിറും അടുത്തിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് ഞാൻ നടക്കില്ല, 2 ഐസ്ക്രീമും മുട്ടായും എല്ലാം കഴിച്ചാണ്. എന്നിട്ട് പറയാം അവൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇതാ തിരിച്ച് പുഴേൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആലിൻ്റെ വീട്ടിൽ 2 വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ പോയ ഉടനെ തന്നെ ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേട്ടോ. പക്ഷെ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്കറിയൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചതാ ആൾ നല്ല ആക്റ്റീവായിട്ട് അച്ഛൻ്റെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ രസമാണ്. നമുക്ക് പോയി വരുമ്പം കരഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പോയി വരുന്നതിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതാ ഞങ്ങളെ ബൈക്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കയ്യോടെ തന്നെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ ആ പരിപാടി അവിടെ കിടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വേണ്ടതെല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വിപ്പിംഗ് ക്രീം ഇല്ലേ, അതില്ലേ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്, അതന്നെ ഭയങ്കരമായിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അവർ ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ ആവണോ? അപ്പോൾ എന്നോട് പറഞ്ഞ ചേച്ചി ഒരു 15 മിനിറ്റൊക്കെ പുറത്ത് വെച്ചാൽ അതൊന്ന് ലൂസായി വരുന്നത്. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്നും വെച്ചിട്ടൊന്നും അതൊന്നും ഇങ്ങനെ കട്ടയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫ്രിഡ്ജിലേ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വിപ്പിംഗ് ക്രീമൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് ഞാനുള്ളത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല, അല്ലാതെ നമുക്ക് വേണ്ടതൊക്കെ. പിന്നെ ഇതിന് മുന്നേ ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മീഷോന്ന് കേക്ക് ഉണ്ടാക്കുന്ന ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കറക്കുന്ന ആ ട്രേ ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സക്സസ് ആവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്നുള്ളതായിരുന്നു എനിക്ക് അപ്പോഴത്തൊക്കെ ഭാവം. എൻ്റെ മനസ്സിൽ വെച്ച് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ സാധനം എനിക്ക് തോന്നുന്നു ഒരു 500 രൂപ എൻ്റെ കേക്ക് വാങ്ങുന്ന 600 രൂപേൻ്റെ ഉള്ളിലല്ലേ വരുള്ളൂ. അതിനെക്കാട്ടും നഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. അതിനുശേഷം പിന്നെ വേഗം ചോറ് തിന്നിട്ട് പരിപാടി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടി വിളമ്പാൻ പോയപ്പോഴേ കറണ്ട് പോയി. കറണ്ടില്ല, നമ്മളെ കേക്കിൻ്റെ കരം പറയണ്ടല്ലോ. പിന്നെ എയർ ഫ്രയറിലാണ് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മറ്റേത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല. എയർ ഫ്രയർ ഉണ്ടായത് കൊണ്ട് അതിനകത്ത് ഞാൻ ടൈമൊക്കെ നോക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് പിന്നെ ഞങ്ങൾ കേക്കിനുള്ള പരിപാടി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ മൈദയൊക്കെ ഞാൻ ഓരോന്നും യൂട്യൂബ് നോക്കിയാണ് അളവൊക്കെ എടുക്കുന്നത്. കാരണം തെറ്റിങ്ങനെ പോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാടായി പോയാൽ പൊന്തി വരില്ല എന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോ അളവായിട്ട് ഇങ്ങനെ ഞുള്ളിപ്പെറുക്കി പറയുന്നുണ്ട് കേട്ടോ. ഇന്ന അളവിലാണ് വേണ്ടത്, ഇത്ര അളവിലാണ്. പിന്നെ ഓരോ സ്പൂണും ഞാൻ മെഷർമെൻറ്റിൻ്റെ സ്പൂണൊക്കെ ആ ഒരു സെറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും കൂടി ഈസിയായി, അതായത് എടുക്കാനൊക്കെ അളവ് നോക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ ഈ മൈദ ഇങ്ങനെ ഒരു 3 തവണ അരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ 3 തവണയൊക്കെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ പൊടിയൊതൊന്നുമില്ല. എന്തിനാണ് അങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു 3 മുട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞു. മുട്ടയൊക്കെ എടുത്ത് ഞാനത് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ഏട്ടൻ പറഞ്ഞു ഇത് നീ ബീറ്റ് ചെയ്താൽ ശരിയാവില്ല, ഞാൻ ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആശാനില്ലേ, ചെറിയ ആശാൻ കുഞ്ഞപ്പൻ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ അവനെ ഞാൻ മേടിച്ചു. ഏട്ടൻ അത് എനിക്ക് നല്ലപോലെ ബീറ്റൊക്കെ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഫുൾ അങ്ങോട്ട് പുള്ളിക്കാരനായിരുന്നു ഹെൽപ്പിനുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ കുഞ്ഞമ്മ പേരും കരച്ചിലായിരുന്നു. അവൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നേ ഇല്ല. അതങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമ്പോൾ മക്കൾ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് മാറിയേ ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ ഈ മൈദപ്പൊടിയും പഞ്ചസാരേൻ്റെ മിക്സൊക്കെ കൂടെ ഒരുമിച്ചിട്ട് ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബാറ്റർ റെഡി ആയാലേ നമ്മളെ കേക്കിനുള്ള എല്ലാം റെഡിയായി എന്ന് പറയാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ള വിപ്പിംഗ്. പിന്നെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്താൽ തന്നെ ഓക്കെ ആയി വരും എന്നുള്ളത് ഞാൻ
വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബാറ്ററായിരുന്നു എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ദൈവമേ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ വെച്ച് ഇനിയിപ്പോൾ എന്തായാലും ഫ്ലോപ്പ് ആവാണെ വൈകുന്നേരം നമുക്കൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ബാറ്ററൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ ചോറ്റും പാത്രം ഇല്ലേ അതാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ അകത്ത് ഒഴിച്ചു. അതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ നിൽക്കുകയായിരിക്കും. പിന്നെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബബിൾസ് ഉണ്ടായി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലാവാതിരിക്കില്ലായിരുന്നു. അപ്പോൾ 4 തട്ടിയപ്പോൾ ബബിൾസ് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ. തട്ടുന്നതിനനുസരിച്ച് ഏതായാലും കുറച്ച് തട്ടി പിന്നെ എയർ ഫയറിലേക്ക് അങ്ങ് വെച്ചു. ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞപ്പനായിട്ടൻ കക്കരി കൊടുത്തത് ഒരു ഭാഗത്തുണ്ട്, നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ എല്ലാം ഒരു ഭാഗത്തുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നോക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഹെയർ ഫ്രയറിൽ വെച്ചതിനെ കുറിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എന്താവും എന്നിങ്ങനെ അറിയണ്ടേ, പേടി, അത് കരിഞ്ഞു പോകുന്നുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഇടയിൽ ഞാൻ ഓരോ വട്ടം ഇങ്ങനെ പോയി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാൻ പാടില്ല, 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ 20 മിനിറ്റിന് മുന്നേ ഒന്ന് തുറന്നു നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് വേ അടച്ചു. പിന്നെ ഞാൻ 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേ അത് കഴിഞ്ഞ് ഒരു 35-40 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ എനിക്ക് ഒരു 160 ഒരു ഹീറ്റിൽ, അതായത് ഈ ഒരു കേക്കായി വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഇതാ ഞാനൊരു ഈർക്കിളിയിട്ട് കുത്തിയൊക്കെയപ്പം ഒന്നുമില്ല, ആ ഈർക്കിളി നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ ചൂടാറി കഴിഞ്ഞ് ഞാനൊരു കത്തിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴത്തേക്കും ഇത് സെറ്റായി. എൻ്റെ അമ്മയെ എനിക്ക് അപ്പം ഉണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, ആദ്യമായിട്ട് ചെയ്യുന്ന ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ള ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇത് റെഡി ആയിട്ടും ആദ്യം നമുക്ക് പിന്നെ ക്രീം സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതങ്ങ് റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇനി നമുക്ക് ക്രീം അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത്രയും 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, അത്രയും വേണ്ടിയില്ലായിരുന്നു, കുറച്ച് നമുക്ക് വേസ്റ്റ് ആയി പോയിട്ടോ ക്രീം. പിന്നെ അങ്ങനെ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അധികം കൊടുത്തില്ല, ബാക്കി ഞാൻ വേസ്റ്റ് ആക്കി കളയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഇത് നീ ശരിയാവില്ല, ബ്ലെൻഡ് ചെയ്താൽ ഞാൻ ശരിയാക്കി തരാം. പുട്ടിയൊക്കെ ഏട്ടൻ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ പുട്ടിയില്ല, അത് കുഴയ്ക്കുന്നത് ഈ ഇങ്ങനത്തെ പോലെ വലിയ ബ്ലെൻഡർ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഈസി ആയിട്ടൊരു പരിപാടിയാന്ന് പറഞ്ഞാൽ അതെനിക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് തന്നിട്ടോ. അതായത് ആ പാത്രം ഇങ്ങനെ തിരിച്ച് കമത്തിയിട്ടാൽ പോലും ആ ക്രീം താഴത്തേക്ക് വീഴാത്ത രീതിയിൽ നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയായിരുന്നു. ഏട്ടൻ പറഞ്ഞു ഇനി ഞാൻ റെഡിയാക്കിക്കോളാം, ഇനി ഫുള്ള് സെറ്റ് ഞാൻ കേക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ തന്നെ അത് കട്ട് ചെയ്ത് പിന്നെ ഏട്ടൻ തന്നെ കേക്കിൻ്റെ ബാക്കിയുള്ള ക്രീമും ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു ഡെക്കറേറ്റിംഗ് എഴുതിയിട്ടുള്ള ആ ഒരു സംഭവമില്ല, അതെങ്കിലും ഒന്ന് വാങ്ങാമായിരുന്നു. ഞാൻ അത്ര ചിന്തിച്ചില്ല. എനിക്കിത് സക്സസ് ആയപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്, ഓക്കെ ഇത് സെറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഇനി ചിലപ്പോൾ അടുത്ത നമ്മളൊന്നും കൂടെ ചെയ്യുമ്പം നമുക്കൊന്നും കൂടി റെഡി ആയിട്ട് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് റെഡ് വെൽവെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കേക്കൊക്കെ ആക്കി ഫ്രീസറിലേക്ക് വെച്ചു. ഇനി നമുക്ക് ചെറിയ എന്താ പറയുക വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. ബ്രെഡ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ബ്രെഡും കൂടെ കൂട്ടി കഴിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ 2 വിസിലടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് മസാല ഇട്ട് വേവിക്കാം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്താക്കി അതിന് ശേഷം കരിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കുഞ്ഞപ്പനുള്ള ഫുഡൊക്കെ ഒന്ന് വൈകുന്നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ മേലൊക്കെ കഴിക്കുന്നതിന് ശേഷം പിന്നെ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. 30 വയസ്സാട്ടോ എനിക്ക്, എൻ്റെ ദൈവമേ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വയ്യ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടോ. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, സംഭവം സത്യം പറയാലോ. ആ വാനിലേൻ്റെ ഒക്കെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റാണ് എനിക്ക് കിട്ടി, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സക്സസ് ആവും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് കുഞ്ഞപ്പൻ പെരും കറച്ചിൽ, അതങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് അവരുടെ സ്വഭാവത്തിന് ഭയങ്കര വ്യത്യാസമായിരിക്കും. അവനും കുറച്ച് കേക്ക് ആദ്യമായിട്ട് കഴിക്കുന്നല്ലേ, കുറച്ച് കേക്ക് കൊടുത്തു നോക്കിയിട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനത് പ്രോത്സാഹിപ്പിച്ചില്ല, കാരണം ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറിന് പിടിക്കാത്തവർക്ക് പ്രശ്നം വരുമല്ലോ. പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, എന്നാലും എനിക്കൊരു പേടിയാണ് മനസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം ഇരുന്ന് മാനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. കുഞ്ഞപ്പൻ അത് സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും